കോർപ്പറേഷൻ സ്റ്റേറ്റ് വൈഡ് നോക്കാം. LDF രണ്ടിടത്ത്, UDF ഒരിടത്ത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നോക്കാം, അതിന് പുറകെ അത് വരും എന്താണെന്ന് നോക്കാം. ശരി, അപ്പോൾ വിവരങ്ങൾ വരികയാണ്. കേരള കോൺഗ്രസ് നഗരസഭ മനസ്സിലായില്ല. അപ്പോൾ ഏതായാലും തൃശ്ശൂരിൽ LDF ലീഡ്. കോർപ്പറേഷനുകൾ ആകെ നോക്കിയാൽ LDF 1, UDF 1 എന്ന നിലയ്ക്കാണ്. പക്ഷേ ഈ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന്, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ലീഡ് നില അനൗദ്യോഗിക വിവരങ്ങളാണ്. പക്ഷേ അത് അതിവേഗം ഈ കൗണ്ടിംഗ് ഏജന്റുമാരിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാധ്യമപ്രവർത്തകരിലേക്ക് എത്തുകയും അവിടെ നിന്ന് ആ വിവരങ്ങൾ നമ്മൾക്ക് മുമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ആ വിവരങ്ങളാണ് ഈ നിലയിൽ, ഈ ഘട്ടത്തിൽ നഗരസഭയിൽ LDF സ്ഥാനാർത്ഥി VR ജോൺസൺ വിജയിച്ചു. വാർഡ് 2 കൊച്ചി കോർപ്പറേഷനിൽ LDF ലീഡ് ഉയർത്തുന്നു. LDF 5, UDF 1. പത്തനംതിട്ടയിൽ LDF ആകെ ലീഡ് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട നഗരസഭയിൽ അവിടെ ഒരു LDF സ്ഥാനാർത്ഥി വിജയിച്ച വിവരമാണ് വന്നത്. കൊച്ചി കോർപ്പറേഷനിൽ LDF 5 ഇടത്ത് ലീഡ് ചെയ്യുകയാണ്. UDF ഒരിടത്ത് മാത്രം എന്നുള്ളതും കൊച്ചി കോർപ്പറേഷൻ. LDF 37, UDF 30, NDA 1, ആദേശ് 6. കോർപ്പറേഷൻ പാലക്കാട്, ചിറ്റൂർ, തത്തമംഗലം നഗരസഭ, ചിറ്റൂർ നഗരസഭ 2 വാർഡുകളിലും LDF ലീഡ്. ഒരു വാർഡിൽ UDF. അതും ആ ചിറ്റൂർ നഗരസഭയൊക്കെ ഏറെ ശ്രദ്ധാകേന്ദ്രമാണ് ഇത്തവണ. അവിടെ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം വരുന്നത്. അതുപോലെ ശ്രീവരാഹം വാർഡിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീവരാഹം വാർഡിൽ NDA മുന്നിൽ എന്ന് നിർഭൻ അവിടെ നിന്ന് വിവരങ്ങൾ തരുന്നുണ്ട്. നോക്കാം, ഗ്രാമപഞ്ചായത്തുകൾ ആകെ കേരളത്തിൽ ഇപ്പോൾ 37 ഇടത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ LDF ലീഡ് ചെയ്യുന്നു. UDF 30 ഇടത്ത്. കൊട്ടാരക്കര നഗരസഭയിലേക്ക് പോയാൽ അവണൂർ വാർഡിൽ LDF സ്ഥാനാർത്ഥി M മുകേഷ് വിജയിച്ചു എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റി LDF 22, UDF 18, NDA 2. സ്റ്റേറ്റ് വൈഡ് നോക്കുകയാണെങ്കിൽ അതെ. അപ്പോൾ അങ്ങനെ വിവരങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ആവേശകരമായ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം. അവണൂർ വാർഡിൽ LDF സ്ഥാനാർത്ഥി M മുകേഷ് വിജയിച്ചു. 2 തവണ പറഞ്ഞു. ആയിക്കോട്ടെ, മുകേഷ് 2 തവണ പറഞ്ഞതാ. കൊല്ലം MLA മുകേഷ് അല്ല ഇത്. LDF സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര നഗരസഭയിൽ അവണൂർ വാർഡിൽ LDF വിജയിച്ചു. ആ സ്ഥാനാർത്ഥിയുടെ പേര് മുകേഷ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ശ്രീവരാഹത്ത് NDA മുന്നിൽ. മുനിസിപ്പാലിറ്റികളാകെ നോക്കിയാൽ 22 ഇടത്ത് സംസ്ഥാനത്താകെ ഇപ്പോൾ നഗരസഭകളിൽ LDF ലീഡ് ചെയ്യുന്നു. UDF ലീഡ് ചെയ്യുന്നത് 18 നഗരസഭകളിലാണ് എന്നതുകൂടി വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഏതായാലും വിവരങ്ങളൊക്കെ ഇങ്ങനെ പരന്നും പടർന്നും നമ്മുടെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം. എല്ലാം വേർതിരിച്ച് തന്നെ കാണാം. അതിൻ്റെ ഓരോ വിശദാംശങ്ങളും വളരെ സൂക്ഷ്മമായി തന്നെ വായിച്ചെടുക്കാൻ കഴിയും വിധത്തിലേക്ക് തന്നെ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം വേർതിരിച്ച് തന്നെ അതിൽ കാണുകയും ചെയ്യാം, സ്ക്രീനിൽ കാണുകയും ചെയ്യാം. എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും, എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നു. എറണാകുളം കോർപ്പറേഷൻ LDF നല്ല ലീഡ് ആദ്യം തന്നെ നേടി അങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ. പാലാ നഗരസഭ 1, 2, 3, 5 വാർഡുകളിൽ LDF വിജയിച്ചിരിക്കുന്നു. പാലാ നഗരസഭ അതിഗംഭീരം. 1, 2, 3, 5 വാർഡുകളിൽ LDF വിജയം. പത്തനംതിട്ട നഗരസഭയിൽ LDF ഒരിടത്തും UDF ഒരിടത്തും വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ. ഇത് പത്തനംതിട്ട നഗരസഭ. ആദ്യം പറഞ്ഞത് പാലായിൽ മിന്നിക്കുകയാണ്. പാലാ മിന്നിക്കുന്നു LDF-ന് വേണ്ടി. 1, 2, 3, 5 വാർഡുകളിൽ. കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ നഗരസഭകളിൽ LDF മുന്നിൽ. കൂത്താട്ടുകുളത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ, വൻ സംഭവങ്ങൾ നടന്ന നഗരസഭയാണ്. അവിടെ LDF ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്കമാലി, കളമശ്ശേരി, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ നഗരസഭകൾ, എറണാകുളം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട നഗരസഭകൾ അവിടെ LDF ആദ്യഘട്ടത്തിൽ ലീഡെടുക്കുന്നു എന്നറിയാൻ കഴിയുന്നു. ഒറ്റ നോട്ടത്തിൽ കേരളം ആകെ എങ്ങനെ എന്ന് അറിയാൻ കഴിയുന്നതാണ്. കോട്ടയം നഗരസഭ, UDF ഭരിക്കുന്ന കോട്ടയത്ത് LDF ലീഡ് ചെയ്യുന്നു 2 ഇടത്ത് എന്ന വിവരം. അതുപോലെ സംസ്ഥാനമാകെ എങ്ങനെയാണ് ഈ ലീഡ് നില എന്നതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്ന നിലയാണ് സ്ക്രീനിൽ നിന്ന് പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ളത്. അത്തരം വിവരങ്ങളിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലി, കളമശ്ശേരി, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ നഗരസഭകളിൽ LDF മുന്നിലാണ് എന്നുള്ളത് കൂടിയാണ്. അതുപോലെ പാലായിലെ 1, 2, 3, 5 അവിടെ LDF വിജയിച്ചപ്പോൾ 4ാം വാർഡിൽ UDF വിജയിച്ചു. അപ്പോൾ അത്രയും ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള വാർഡുകളുടെ ഗ്രാമപഞ്ചായത്ത് കുറച്ചുകൂടി വ്യക്തമാകുന്നു. LDF 46 ഇടത്ത് ലീഡ് ചെയ്യുന്നു. UDF 33 ഇടത്ത്, NDA 4 ഇടത്ത്, ആദേശ് 4 ഇടത്ത്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോയാൽ ചാക്ക വാർഡിൽ മുൻ മേയർ LDF-ലെ K ശ്രീകുമാർ 277 വോട്ടിന് മുന്നിൽ എന്നുള്ള വിവരമാണ്. അതെ, നല്ല ലീഡാണ്. അല്പം മുമ്പ് നമ്മൾ പേട്ടയിൽ ദീപക് ലീഡ് ചെയ്യുന്ന. പാലക്കാട് ബ്ലോക്ക് LDF 3 ഇടത്ത് ലീഡ് ചെയ്യുന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥിതിയാണ് ലീഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ കോർപ്പറേഷനുകളാകെ പരിശോധിച്ചാൽ തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലും ഒക്കെ, അതുപോലെ തൃശ്ശൂർ അടക്കം LDF ലീഡ് ചെയ്യുന്നു. പിന്നീട് കാര്യമായി വന്നിട്ടില്ല. പക്ഷെ വന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇതാണ്. അതുപോലെ കളമശ്ശേരി, ഏലൂർ നഗരസഭകൾ, കൊച്ചിയിൽ അങ്കമാലി, കൂത്താട്ടുകുളം ഒക്കെ LDF ലീഡ് ചെയ്യുന്നു. അത് എറണാകുളം ജില്ലയിൽപ്പെട്ട നഗരസഭകളിൽ ലീഡ് ചെയ്യുന്നതിന്റെ ആദ്യ ട്രെൻഡാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതേസമയം തൃക്കാക്കരയിൽ UDF ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടി ഒരുപാട് ആക്ഷേപങ്ങൾ